എല്ലാവർക്കും നമസ്കാരം. ഷീബാസ് ബൈറ്റ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. ബീഫ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ ബീഫിൽ നിന്നും കുറച്ചെടുത്ത് വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. കുറച്ച് ബീഫ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഉണ്ടാക്കാം. ബീഫ് വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ച ബീഫിൽ നിന്നും കുറച്ചെടുത്ത് മാറ്റി വെച്ചതാണ്. ഒരു 1/4 കിലോയോളം മാറ്റി വെച്ചിരുന്നു. അത് വെച്ചാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മീറ്റ് മസാല, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ്. ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യമായിട്ട് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 5-8 വെളുത്തുള്ളിയുടെ അല്ലി, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടി ഇടാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഇപ്പം മിക്സി ജാറിലിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ആ ജാറിലേക്ക് തന്നെ 2-3 കഷ്ണം ബ്രെഡ് ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് പകരം റസ്ക് ആണെങ്കിൽ എടുക്കാവുന്നതാണ്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതും നല്ലവണ്ണം ക്രംസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ എരിവിന് കുറച്ച് കുരുമുളക് പൊടി പൊടിച്ചത് 1 ടേബിൾ സ്പൂണോളം ചേർക്കാം. അത് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ച ബീഫാണ്. അപ്പോൾ എരിവ് കാണും. അപ്പോൾ ഈ കുരുമുളകും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം കൈ വെച്ച് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതിട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് അതും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെയുള്ള ബാംബൂ സ്റ്റിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് പച്ച ഈർക്കിലി എടുത്താലും മതി, അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി കയ്യിൽ ഇതുപോലെ എണ്ണയൊന്ന് തടകിയതിന് ശേഷം ഇതുപോലെ ചെറിയ റോളാക്കി എടുക്കാം. അധികം എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി. കുറച്ചെടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിക്ക് ഇതിനകത്തോട്ടൊന്ന് കയറ്റി കൊടുക്കാം. അങ്ങേയറ്റം വരെ ഒന്ന് കയറ്റി കൊടുക്കണം. അതിന് ശേഷം ഒന്നുകൂടി റോൾ ചെയ്തിട്ട് പരത്തി കൊടുക്കാം. ഒരുപാട് കനത്തിൽ റോൾ ചെയ്തെടുക്കണ്ട. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കനം കുറച്ച് ചെയ്താൽ മതി. പിന്നെ നമ്മളിത് വേവിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ സിമ്മിൽ തന്നെ വെച്ച് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ എല്ലായിടവും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കണം. ഇതുപോലെ ടൂത്ത് പിക്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വെളുത്ത എള്ളാണിത്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇത് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലെടുത്ത് അതിനകത്തൊന്ന് മുക്കിയെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അത് നല്ലവണ്ണം ചൂടാകുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലേക്ക് ആക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതാണ്. ഫ്ലെയിം സിമ്മിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. 3 മിനിറ്റൊക്കെ മതിയാവും ഇത് റെഡിയായി കിട്ടാനായിട്ട്. പാൻ ഒന്ന് സൈഡിലോട്ട് ചെരിച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് മറിച്ചിടാനൊക്കെ നല്ല എളുപ്പമായിരിക്കും.
ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ടൂത്ത് പിക്കിലും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫേസ്ബുക്കിലാണ് എനിക്ക് കൂടുതൽ ലൈക്കുകൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും യൂട്യൂബിൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടി കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്